ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ ആയപ്പോഴേക്കും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം ഇന്ന് ദേവുടിനെ സ്കൂളിലേക്ക് വിടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ എന്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. പൂജവെപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ നോൽമ്പ് നോൽക്കാൻ രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് കയറിയത്. അപ്പൊ വേഗം സിറ്റ് ഔട്ടൊക്കെ തുടച്ചിട്ട് പിന്നെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരിട്ടിട്ടാണ് വിളക്ക് വെക്കാൻ നിന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗത അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട്. ഇന്നിപ്പോ ദേവുടിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വെള്ളരിക്കക്കറിയും പയറുപ്പേരിയാണ് കേട്ടോ. ആദ്യമൊക്കെ അവന് കിഴങ്ങുപൊരി സോയാബീൻ പൊരിച്ചതൊക്കെ മാത്രമേ പറ്റാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മെല്ലെ മെല്ലെ ഞാൻ അതൊന്നൊക്കെ അങ്ങനെ മാറ്റിയെടുത്തേ. 2-3 സബ്ജക്റ്റിൽ അസൈൻമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി ചെയ്യാനുണ്ട്. ഇത് മാറ്റി വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് കൊടുക്കണം അന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗം മാറ്റി വെച്ചത്. ഇതിൽ കുറച്ച് ലീഫും ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കാനുള്ളതായിരുന്നു. അത് പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പോകുമ്പോഴേക്കും അതൊക്കെ വാടി പോരോ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ അവൻ പോകണ അന്നത്തേക്ക് അത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. എല്ലാം കൂടെ അപ്പോൾ രാവിലെ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഏട്ടനും കൂടിയിട്ടുണ്ട്. പിന്നെ ദേവുട്ടൻ നീറ്റപ്പോൾ അവനും കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ രാവിലത്തേക്ക് ദോശയായിരുന്നു. ദോശമാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ തിരക്കായപ്പോൾ ഏട്ടതാ മക്കളെ കുളിപ്പിച്ച് ചാടിക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെതൊക്കെ വേഗം റെഡിയാക്കിയിട്ട് അവൻ എന്താ സ്കൂളിലേക്ക് വിടാൻ നിൽക്കുകയാണേ. കുറച്ച് ദിവസം സ്കൂളിലേക്ക് പോകാത്തത് കൊണ്ട് നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ട്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ആള് സൂപ്പറായിരുന്നു. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഇന്ന് ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവനെ ബസ് കയറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആനിമോളും കൂടെ ഉണ്ട് പറഞ്ഞിട്ട് അവളെയും കൂടിയും കൂട്ടിയിട്ടാണ് പോയത്. ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയെന്നേ. രാവിലെ തന്നെ ചോറും കറിയായതുകൊണ്ട് കുറച്ച് ക്ലീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ നല്ല വെയിൽ കണ്ടിട്ട് തുണികളൊക്കെ ഒന്ന് പുറത്താണ് കേട്ടോ തോരട്ടത്. അത് പിന്നേക്ക് റെട്ടിന്റെ പണിയായി. ഞാൻ തുണികളൊക്കെ തോരട്ട് താഴെ എത്തിപ്പിക്കുന്ന നല്ല മഴ. വാഷിംഗ് മെഷീൻ കേടായത് മുതൽ കല്ലുമലല്ലേ തിരുമ്പല്. അതുകൊണ്ട് പിന്നെ ഈ സൈഡിലാണ് കേട്ടോ ഞാൻ തോരടാറ്. ആ ചാറ്റൽ മഴ കണ്ടപ്പോഴേക്ക് തന്നെ തുണികളൊക്കെ എടുത്ത് തോരട്ടതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടുട്ടോ. തുണികളൊക്കെ വിരിച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറിപ്പിക്കുന്ന നല്ലൊരു മഴയും കിട്ടിയേ. ഇപ്പോൾ 2 ദിവസമായി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ദേവുടിന് അങ്ങനെ വയ്യാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിന് നിന്നിട്ടില്ലേ. അപ്പം ഇന്ന് അവനെ സ്കൂളിലേക്ക് വിട്ടിട്ട് ആ പരിപാടിക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു ക്ലീനിങ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. തട്ടിക്കൂട്ടി ക്ലീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എല്ലാം അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കാം കേട്ടോ. ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യൽ പ്ലാനിങ് കിട്ടതുകൊണ്ട് ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചിട്ടിട്ടില്ലേ. അങ്ങനെ എല്ലാം തട്ടിക്കൊട്ടി കഴിഞ്ഞിട്ട് പിന്നെ അവസാനം എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ടേ. ബെഡ്ഷീറ്റ് പിന്നെ മാറ്റാനായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അതന്നെ വേഗം വിരിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പം ഒന്ന് ക്ലീനിങ്ങിന് ഇറങ്ങി. അപ്പോൾ പിന്നെ സോഫേൻ്റെ അടിയും കൂടി ഒന്ന് റെഡിയാക്കാൻ വിചാരിച്ചിട്ടോ. അത് പിന്നെ എന്നൊന്നും ഇങ്ങനെ അടിച്ചൊരു തുടയ്ക്കലില്ല, വല്ലപ്പോഴും ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ അടിച്ചൊരു തുടയ്ക്കാറ്. പക്ഷേ വലിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ നീക്കിയിട്ട് ഞാൻ വേഗം അത് അവിടെയുള്ള ജനലും കൂടി ഒന്ന് തുടയ്ക്കാൻ നിന്നിട്ടുണ്ട്. ഞാനിങ്ങനെ സോഫ നീക്കിയപ്പോൾ ആനിമോൾ വിചാരം അവൾക്ക് കളിക്കാനുള്ളതൊക്കെ ഒരുക്കി കൊടുത്തിട്ട് അവൾ കുറച്ച് നേരം അവിടെ കളിക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ വേഗം ഒന്ന് അടിച്ചൊരു തുടച്ചിട്ടു കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്തോ പോലെ തോന്നി വേഗം ഒന്നും കൂടി കുളിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഒന്ന് ഉഷാറായിരുന്നു. ഇപ്പോഴാണ് സുഖം കിട്ടിയത്. എന്നിട്ട് ഇതാ എഡിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.